തലശ്ശേരി അതിരൂപതയിലെ വിളക്കഞ്ഞൂർ പള്ളിയിലെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിലെ മുഖചിത്രത്തെ കച്ചവടം ചെയ്യുക തന്നെയാണ് എന്ന് തുടക്കം മുതൽ വിശേഷിപ്പിക്കുകയാണ്. വിളക്കഞ്ഞൂരിലെ മുഖചിത്രം തലശ്ശേരി മെത്രാപൊലിത്തായുടെ കുതന്ത്രങ്ങൾ മറയ്ക്കാനുള്ള ഉപാധിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം കാര്യങ്ങൾക്ക് ക്രൈസ്തവ സഭയിലെ ചില വ്യക്തികളും സന്യാസ സമൂഹങ്ങൾ നടത്തുന്ന ചാനലുകളെയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തലശ്ശേരി മെത്രാപൊലിത്ത എന്നുള്ള നിലയ്ക്ക് നടത്തിയ ചില ഗവേഷണങ്ങളും അതിനെ തുടർന്നുള്ള സർട്ടിഫിക്കറ്റുകളും വെച്ചുകൊണ്ട് നടത്തുന്ന വിളക്കഞ്ഞൂരിലെ അത്ഭുത മുഖചിത്ര നാടകം തലശ്ശേരി അതിരൂപതയുടെ സാമ്പത്തിക സമാഹരണ ഉപാധിയാക്കി മാറ്റുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. കാലവും ചരിത്രവും വിളക്കഞ്ഞൂരിലെ മുഖചിത്ര കച്ചവടം ശുദ്ധ തട്ടിപ്പായിരുന്നു എന്ന് പറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തലശ്ശേരി മെത്രാപൊലിത്ത സ്പോൺസർ ചെയ്യുന്ന ചില കേന്ദ്രങ്ങളല്ലാതെ സീറോ മലബാർ സഭയോ സഭയുടെ മെത്രാൻ സിനഡോ ആഗോള കത്തോലിക്ക സഭയുടെ സംവിധാനങ്ങളോ ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത മുഖചിത്ര കച്ചവടം പൗരസ്ത്യ സുറിയാനി സഭാ വിശ്വാസികളോടുള്ള വെല്ലുവിളിയും ശുദ്ധ തട്ടിപ്പിന്റെ കച്ചവടവുമാണ്. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ കീഴിലുള്ള പ്രോ ലൈഫ് കമ്മീഷന്റെ തീരുമാനത്തിന്റെ ഭാഗമായി വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പ്രോജക്റ്റുകൾ കേരളത്തിലെ എല്ലാ രൂപതകളും നടത്തുന്നുണ്ട്. നാലാമത്തെ കുട്ടി മുതലുള്ള കുഞ്ഞുങ്ങളുടെ സൗജന്യ വിദ്യാഭ്യാസവും അവരുടെ വളർച്ചയും വലിയ കുടുംബങ്ങളോടുള്ള കരുതലായി സഭ നടത്തുന്നുണ്ട്. കൂടാതെ നാലാമത്തെ കുട്ടി മുതലുള്ള കുഞ്ഞുങ്ങളുടെ പ്രവേശക കൂദാശകൾ രൂപതാ മെത്രാൻ അതാത് ഇടവകളിൽ നേരിട്ട് എത്തിച്ചെയ്യുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലെ വിവിധ രൂപതകളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം പ്രചാരണത്തിന് ഏറെ പ്രത്യേകമായി മുൻതൂക്കം കൊടുക്കുന്ന ഒരു രൂപതയാണ് താമരശ്ശേരി പാലക്കാട് രൂപതകളും അഭിവന്ദ്യ റിമിജിയോസ് പിതാവും അഭിവന്ദ്യ പീറ്റർ പിതാവും എന്ന് പറയുന്നത് അഭിമാനം തന്നെയാണ്. എന്നാൽ തലശ്ശേരി അതിരൂപതയിൽ ഒരു വലിയ പിരിവ് തട്ടിപ്പ് ഇതിന് പിന്നിലുണ്ട് എന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖവുമുണ്ട്. തലശ്ശേരി അതിരൂപത പ്രോ ലൈഫ് ഡയറക്ടർ തലശ്ശേരി അതിരൂപതയിലെ ഏകദേശം 3.5 ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾക്ക് ഒരു QR കോഡ് അയച്ചു കൊടുത്തിട്ടുണ്ട്. തലശ്ശേരി അതിരൂപതയിലെ ഒരു കുടുംബത്തിൽ നാലാമതോ അതിൽ കൂടുതലോ ഒരു കുട്ടി ഉണ്ടായാൽ വിവിധ ഗ്രൂപ്പുകളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു മെസ്സേജ് പോവുകയാണ്. ആ സമയം 10 രൂപ എല്ലാവരും ആ QR കോഡിൽ സ്കാൻ ചെയ്ത് അയക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3.5 ലക്ഷം വിശ്വാസികളിൽ പകുതി പേരെങ്കിലും 10 രൂപ അയച്ചു കൊടുത്താൽ 10 രൂപയല്ല അതിൽ കൂടുതൽ ഏതാണ്ട് 1000 രൂപ വരെ ഓരോ പ്രാവശ്യം കൊടുക്കുന്നവരെ സംബന്ധിച്ച് വിവരങ്ങളുണ്ട്. ഒരേ സമയം അക്കൗണ്ടിലേക്ക് വരുന്നത് ലക്ഷങ്ങൾ തന്നെയാണ്. എന്നാൽ ഇത്തരം വലിയ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതാവട്ടെ വളരെ നിസ്സാരമായ ഒരു തുകയുമാണ്. വലിയ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ പ്രവേശക കൂദാശകൾ കൊടുക്കുന്നതായ തലശ്ശേരി മെത്രാപൊലിത്തയുടെ ഒരു ഫോട്ടോയും നാളിതുവരെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ കുടുംബങ്ങളുടെ പ്രോത്സാഹനത്തിന് മറവിലും തലശ്ശേരി അതിരൂപതയിൽ നടക്കുന്നത് തരം പോലെയുള്ള തട്ടിപ്പാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരുടെ ചട്ടുകമായി മാറുകയോ അഥവാ അത്തരം ആളുകളുടെ ഉറ്റ തോഴനാവുകയോ ചെയ്തുകൊണ്ട് ഇന്നത്തെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ പാമ്പളനി നടത്തുന്ന കാട്ടിക്കൂട്ടലുകൾ ആഗോള കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ വ്യക്തിസഭയായി മാറിയ സീറോ മലബാർ സഭയ്ക്ക് വരും കാലങ്ങളിൽ ബാധ്യതയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സീറോ മലബാർ സഭയിൽ സൂപ്പർ മെത്രാപൊലിത്ത ചമയുന്ന മാർ പാമ്പളാനിയുടെ ഭൂതം ബാധിച്ച ചില മെത്രാന്മാരും കേരളത്തിലെ സീറോ മലബാർ സഭയുടെ രൂപതകളിൽ മുളപൊട്ടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കും.